എന്തിനാണ് പെണ്ണുമ്പളക്ക് മുല്ലപ്പൂന്ന് പറഞ്ഞു കൊടുക്കാനാ കാട്ടുപൂ? ഇന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് മിക്കവാറും നാളെ ഞായറാഴ്ച കല്യാണത്തിന് മുല്ലപ്പൂന്നും പറഞ്ഞ് വിളിച്ചിടും പോവാണ്. ഇവന്റെ പെണ്ണുമ്പളല്ലേ? ഇവ ചെന്നിട്ട് അത് പറഞ്ഞു കൊടുക്കും, കോട്ടപ്പാറ പൂന്ന് പറഞ്ഞു കൊടുക്കും. ചേട്ടാ ഇവൻ അതേപോലെ ചെന്ന് പറഞ്ഞു കൊടുക്കും. അവളത് കൊണ്ടുപോയി ഫ്രിഡ്ജ് വെക്കും. ഫ്രിഡ്ജ് വെച്ചിട്ട് ഞായറാഴ്ച കല്യാണത്തിന് പോകുമ്പോ എടുത്തിനും എന്നിട്ട് എല്ലായിടത്തും ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത് വോട്ടൻ എന്ന് വിളിക്കുന്ന വോട്ടൻ കൊണ്ടു തന്നെയായിരുന്നു കോട്ടപ്പുറം പൂന്നും ബ്രെഡ് കൊണ്ടു തന്നെയാണെന്നും പറഞ്ഞ് വെച്ചിട്ട് നടക്കും. എന്നിട്ട് മറ്റേ ഗുളികയാണാ മറ്റേ ഭസ്മം, അതാകുമ്പോ വിട്ടുപോകത്തില്ലാന്ന് പറയുന്ന പോലെ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കോടതിയുടെ വിധി വന്നായിരുന്നു. മഷ്റൂമാ? ആ, മാജിക് മഷ്റൂം. കൊടുത്താൽ മതി. അപ്പൊ അവള് വിട്ടുപോകില്ല. 100% ഉറപ്പാണ്. എന്തായാലും നീ മറിച്ചല്ലേ? അതെ, ഞാനേ കഴിഞ്ഞ ദിവസം മറ്റേ ചൂണ്ട ഇടാൻ പോയായിരുന്നു. ആ വഴിക്ക് ഞാൻ കണ്ടായിരുന്നു മറ്റേ വിറ്റുതലമൂരിയെ. ഈ മെർക്കുറിന്ന് മെർക്കുറി എന്ന് പറഞ്ഞിട്ട് കൊറേ നാളെ പുറകെ നടന്നതാ. അന്ന് ബാറ്ററിക്ക് യൂസ് ചെയ്യാനെന്നും പറഞ്ഞിട്ട് 20 കോടി 30 കോടി വരെ കിട്ടാനില്ല. അങ്ങനെ ഒരു സാധനം ഇല്ല. സാധനം ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു സാധനം വേണ്ടേ? മെർക്കുറി എന്ന് പറഞ്ഞ സാധനം എടുത്തത് ഷിപ്പിംഗ് കയറ്റി യൂറോപ്പിലേക്ക് അയക്കാൻ. പണ്ട് മറ്റേ ശെല്ലിഞ്ഞേട്ട പ്ലാനിങ് സ്വർണ്ണം കടത്താൻ ഈസിയാണ് മെർക്കുറി യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ജവാനുമായിട്ട് കടലിൽ പോയാൽ പോരെ? തിമ്മിങ്കലത്തിൽ കൊടുത്ത് ഛർദ്ദിച്ചിട്ട് ആ ഛർദ്ദിലും കൊണ്ട് വിൽക്കാൻ പോടാ. അത് ഛർദ്ദില് കച്ചവടം ഉണ്ടാവും. ഛർദ്ദില് വെള്ളി മെർക്കുറി ഇതെല്ലാം കുറെ. ഇന്നലെ ഉണ്ടായിരുന്നൊരു ഛർദ്ദില് ഞങ്ങള് മറ്റേ ഇവിടെ പൂരം കാണാൻ പോയത്. ആനേ, ഓ എന്റെ പൊന്നെ, ഒരു ഛർദ്ദില് കണ്ടിട്ട് ആ ഒരു ഏക്കർ സ്ഥലത്തൊന്നും മാറി നിൽക്കുകയായിരുന്നു. ഒരു ഛർദ്ദില് കണ്ടിട്ട് ഓർമ്മയുണ്ട ഡയച്ചേണ്ട കല്യാണത്തിന്? പച്ചമുളകല്ല അടുക്കളയുടെ പുറകെ കിടന്ന് ഓർമ്മയുണ്ട? എങ്ങനെയാ കിടന്നത്? ഷഡ്ഡിപ്പുറത്താ നീ കിടന്നത്. അതെന്തോടാ സീസണിന്റെ എന്തോരം ഇതേ സീസർ കുപ്പി ഇത്രയുള്ള കുപ്പിയാണെങ്കിൽ സീസണിൽ ഇത്രയും കുടിച്ചപ്പോഴാണ് അവൻ അത്രയും ഫിറ്റ് ആയി പോയത്. ഒരു പച്ച കളർ കുപ്പിയാ. എന്നിട്ട് കല്യാണത്തിന് പോയിട്ടുണ്ടല്ലോ. ഇന്ന് അണി മേടിക്കുന്നത് തീർന്നു. അണി മേടിച്ച് ഇനി അടിച്ച് ഓഫായി. ഞാൻ നോക്കിയപ്പോ വാലിന്റെ പടി കാണാൻ നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ പടയെ സൗണ്ട് കിട്ടും. ആ വാള് വെക്കല് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് നമ്മൾ കല്യാണത്തിന് പോയാൽ വന്നപ്പോ സോഡാരം കുടിക്കണമെന്ന് ആ കടയിൽ കയറി സോഡാരം കുടിച്ച് വൈറ്റില ജംഗ്ഷനല്ല കുണ്ടന്നൂർ ജംഗ്ഷനിൽ. വൈറ്റില അംഗം കേട്ടാടാ വന്ന കുണ്ടന്നൂര് വന്ന് വെച്ച് നീ കുണ്ടന്നൂർ ആ കടക്കാരൻ തെറി എന്റെ പൊന്നോ സോഡാ കുപ്പി എടുത്തോടെ എറിയാൻ വേണ്ടിട്ട് നീ അവിടെ വാള് വെച്ചിട്ട് എല്ലാം അറിയാൻ ഓർമ്മയുണ്ട. എന്റെ ലാസ്റ്റ് കല്യാണത്തിനും പോയില്ല. ഭയങ്കര ഉന്നമാണ് സ്ലാവിന്റെ ഇടയിൽ കൂടി കോണയിലിട്ട് തന്നെ വെച്ചു. ഡീഹൈഡ്രേഷൻ